പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചപ്പാത്തിയുടെയും പൂരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ സബ്ജിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങും 3 വലിയ സവോളയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റും, പിന്നെ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം 2 വള്ളിപ്പയർ, അതായത് അച്ചിങ്ങാപ്പയറാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നേരത്തെ ഞാൻ ബീട്രൂട്ടിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഒരു കുഞ്ഞ് ബീട്രൂട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുക്കറിലിട്ട് വേവിച്ച് വേണമെങ്കിൽ എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളിങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ വേവിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതും കൂടി ഞാനിപ്പോഴേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഞാനിതിപ്പം ആദ്യമേ ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുളിരസം ഇറങ്ങാനും അതുപോലെ തന്നെ അത് വെന്തുടഞ്ഞ് പോകാൻ വേണ്ടിയിട്ടും കൂടാണ്. ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വരും. കാരണം എന്ന് വെച്ചാൽ ബീട്രൂട്ടും കൂടി ചേർത്തേക്കുന്നതുകൊണ്ടാണ് കളറ് മാറുന്നത്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു മിക്സിയിൽ ഞാനിപ്പം ഗരം മസാല പൊടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു ഇത് കളയണ്ടെന്ന് വിചാരിച്ച്, ആ ഒരു മണവും ഫ്ലേവറും ഒന്നും കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇതിൽ ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് കുറച്ച് വ്യത്യാസം വന്നത് വീഡിയോ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ എരിവ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പം കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുളക് പൊടി ചേർത്തെന്ന് തോന്നത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പിരിയൻ മുളകല്ല എടുത്തേക്കുന്നത്, പാണ്ടിമുളകില്ലേ, നമ്മുടെ കൊല്ലമുളകെന്നൊക്കെ പറയത്തില്ലേ, അതിന് ഒട്ടും തന്നെ കളറ് കാണത്തില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എരിവും കാണും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. നമ്മൾ നേരത്തെ ഗരം മസാല പൊടിച്ച് ജാറ് കഴുകിയ വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. അതിന് വലിയ മണവും ഗുണമൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ ആ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുമ്പം ചപ്പാത്തിക്കൊക്കെ കുറച്ച് നീണ്ടിരിക്കുന്ന കറിയല്ലേ, അപ്പം ഇതിപ്പോൾ അങ്ങനെയല്ല, കുറച്ചൊന്ന് കുറുകി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ടിരിക്കുന്ന രീതിയിലുള്ളൊരു കറിയാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടണും ആ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു 1/2 കപ്പോളം നന്നായിട്ട് കുറുകിയ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അങ്ങനെ ശക്തിയായിട്ട് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത്, നമ്മൾ പായസത്തിനൊക്കെ 1/4 പാൽ ഒഴിക്കത്തില്ലേ, അതുപോലത്തെ ഒരു തിക്കായിട്ടുള്ളൊരു പാലാണ് വേണ്ടത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, അത് പിച്ചിക്കറിയങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടും. പിന്നെ നമ്മൾ ഈ കറികളിലൊക്കെ മല്ലിയില ചേർക്കുമ്പം ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ, എങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മണവും ഗുണവും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ഇട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.